ഇന്ന് വൈകുന്നേരത്തെ അമ്മയുടെ സാധനങ്ങളൊക്കെ വ്യത്യസ്തതയുള്ളതാട്ടോ. ചാനലിൽ പുതിയതായിട്ട് വരുന്നവര് പലരും ഇത് കാണണം എന്നില്ലല്ലോ. ഒരൊറ്റ കിളി ഇത് കൊത്തണം ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല. അമ്മയ്ക്കോ സമ്മറിലെ എനർജി കിട്ടാൻ അമ്മ എന്താ സ്പെഷ്യലായിട്ട് കഴിക്കാറ്? അപ്പയ്ക്കോ സമ്മറില് എന്ത് കഴിച്ചാലാണ് എനർജി കിട്ടുന്നതായിട്ട് ഫീൽ ചെയ്തേക്കണേ? ഒരാഴ്ചത്തെ നൊയമ്പ് അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്? എങ്ങനെ പോകുന്നു ദിവസങ്ങളൊക്കെ? ഒരു കുഴപ്പമില്ല. പണ്ടത്തെ പോലെ ഉഷാറാണോ ഇപ്പോഴും? സമ്മർ ആയി തുടങ്ങിയപ്പോഴേക്കുള്ള നമ്മുടെ ഈവനിങ് ടീയിൽ വരുന്ന ആ ചേഞ്ചസ് കണ്ടോ? നമ്മുടെ വീഡിയോയിൽ പലതവണ കാണിച്ചിട്ടുള്ള ഒരു സാധനമാണ് മുട്ടപ്പഴം, അതായത് എഗ് ഫ്രൂട്ട്. ഇനിയും കാണാത്തവർക്ക് വേണ്ടിയാണ് വീണ്ടും കാണിക്കുന്നത്. പലരും ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടുമ്പോൾ പലരും പറയുന്നുണ്ട് കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് കാണുന്നതെന്ന്. അപ്പം മനസ്സിലായി പുതിയതായിട്ട് വരുന്നവരായിരിക്കും. ചിലപ്പോൾ നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് വരുന്നവർ പലരും ഇത് കാണണം എന്നില്ലല്ലോ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയാണ് വീണ്ടും കാണിക്കുന്നത് കേട്ടോ. ഇതാണ് മുട്ടപ്പഴം. ഇതൊരു ജൂൺ ജൂലൈ മാസത്തിലൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. ആ മുട്ടപ്പഴത്തിൻ്റെ മരം കണ്ടോ? ഇത് തൈ നട്ടതാട്ടോ, ബഡൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇത് ഉണ്ടാവാനായിട്ട് കുറേ താമസം എടുത്തു. പക്ഷേ ഉണ്ടായി കഴിഞ്ഞപ്പോഴേക്കും നിറച്ചുണ്ടാവുന്നുണ്ട്. കണ്ട, കഴിഞ്ഞ വർഷമൊന്നും അധികം ഉണ്ടായില്ല. കാച്ച് കഴിഞ്ഞിട്ട് 2-3 വർഷം കഴിഞ്ഞപ്പോഴാണ് ഇത് നിറയെ ഉണ്ടാവാൻ തുടങ്ങിയത്. ഉണ്ടായി കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടോ ആ വശത്തേക്കുള്ള കൊമ്പ് ചാഞ്ഞു കിടക്കണേ കണ്ട. യെസ്, ഇത് പഴുത്തിട്ടില്ല കേട്ടോ, പക്ഷെ നല്ല മൂത്ത് വിളഞ്ഞ് കിടക്കുകയാണ്. ഇത് കിളികൾക്കൊന്നും വേണ്ട, ഒരൊറ്റ കിളി ഇത് കൊത്തണം ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് നമ്മൾ പഴുത്ത് കഴിഞ്ഞിട്ട് മാത്രമാണ് പറിക്കാറ്. കവറൊന്നും കെട്ടേണ്ട ആവശ്യമില്ല കേട്ടോ. അതെന്താ കിളി കൊത്താത്തതെന്ന് അറിയില്ല. ആർക്കും ഇത് വേണ്ടാന്ന് തോന്നുന്നു, പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇതുകൊണ്ട് ജ്യൂസൊക്കെ അടിച്ചാൽ നല്ലതാണെന്ന് നമ്മുടെ പല വ്യൂവേഴ്സും പറയുന്നുണ്ട്. മിൽക്ക് ഷേക്കൊക്കെ നല്ലതാണ്. ഇനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എനിവേസ് നോക്കണം. ഇതുണ്ടായി കഴിയുമ്പോൾ ഇത് പഴുത്ത് കഴിയുമ്പോൾ, ഇത് പഴുത്തിട്ടില്ല, ഇനി ഞെക്കി കാണിച്ചു തരാം. ഇത് കണ്ടോ, ഞെങ്ങുന്നില്ല കണ്ടോ, ഞെങ്ങണില്ല. അത് പച്ചയാണ്, പക്ഷെ നല്ല മൂത്ത് വിളഞ്ഞ കിടക്കണേ കണ്ടോ, ഞെങ്ങുന്നില്ല. ഇതാണ് ഇതിൻ്റെ മുട്ട്. അതാണ് സംഭവം. എഗ് ഫ്രൂട്ട് പ്ലാന്റ്. ഇന്ന് വൈകുന്നേരത്തെ അമ്മയുടെ സാധനങ്ങളൊക്കെ വ്യത്യസ്തതയുള്ളതാട്ടോ. ഇത് കാണിച്ചു തരാം. ഉഴുന്നുവട. ഉഴുന്നുവട മാത്രമുള്ളല്ലോ, ചട്നി ഒന്നും കണ്ടില്ലല്ലോ. ഇതിനകത്തുണ്ടൊരു സാധനം കേട്ടോ. ഇതിനകത്തുണ്ട് യെസ് കപ്പയും ചമ്മന്തിയും. അതെനിക്ക് വേണ്ട. എനിക്കിപ്പോൾ കപ്പയും ചമ്മന്തിയും കഴിക്കാൻ ഒരു മൂഡില്ല. ഞാൻ കഴിക്കാൻ പോണത് ആദ്യം കസ്റ്റാർഡാ. ഭയങ്കര ചൂടല്ലേ, അപ്പം ചൂട് സമയത്ത് എനിക്ക് എന്തെങ്കിലും തണുത്തത് കഴിക്കാനാണ് ഇപ്പം ഇഷ്ടം. ഞാനതുകൊണ്ട് എപ്പോഴും ഇപ്പം തണുത്തത് കഴിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വാനില ഫ്ലേവേർഡ് കസ്റ്റാർഡ് അമ്മ എടുത്തേക്കണേ. ഞാൻ കാണിച്ചു തരാം. വാനില ഇരിക്കണത് അങ്ങ് തീർക്കാലോ. മാംഗോ നല്ല ടേസ്റ്റാ. അപ്പ എവിടെ ഇരുന്ന് ബ്രെഡ് കഴിക്കുന്നു. അമ്മ ഇപ്പൊ വരുന്നതായിരിക്കും. അമ്മയ്ക്ക് കാപ്പി കഴിഞ്ഞിട്ടുള്ള കളിയേ ഉള്ളൂ. കാപ്പി പാല് പൊങ്ങി തുടങ്ങി. ഇവിടെയുള്ള ആ കറ പോയിട്ടില്ല കേട്ടോ, നൈറ്റിയുടെ ബാക്കില്. അത് പോവില്ല. അതെങ്ങനെ പോവാൻ? വാഴച്ചുണ്ട്. ഇനിയിപ്പൊ ഇത് പഴയ നൈറ്റി ആയതാ, ഇനി കറയൊന്നും നോക്കിട്ട് കാര്യമില്ല. പുളി കഴിഞ്ഞ് വേറെ ഇടട്ടോ. ആയിക്കോട്ടെ. അപ്പതേ ഇത് കഴിച്ചോ. അമ്മ ഷുഗർ ഇടാറില്ല കേട്ടോ. നാളെ ആരോ ചോദിച്ചിരുന്നു. ഞങ്ങളും ഷുഗർ ഇടാറില്ല. ഞാനും വളരെ ഒരു സ്പൂണിന്റെ പകുതിയൊക്കെ ഇടാറുള്ളൂ. കാരണം മധുരമുള്ള വേറെ പല ഐറ്റംസും കഴിക്കുമ്പോൾ ഓവർ മധുരം ആകണ്ടെന്ന് കരുതിയാണ് അങ്ങനെ ചെയ്യുന്നത്. അത് ഹെൽത്തിയും അല്ലല്ലോ. ഒത്തിരി ഷുഗർ നമ്മൾ എടുത്ത് കഴിക്കുന്നത് ഹെൽത്തിയും അല്ലെന്നല്ലേ പറയണേ. അതുകൊണ്ട് അങ്ങനെ മധുരം ഇടാറില്ല പോട്ടോ. നമ്മൾ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നല്ലേ. അപ്പം അതുകൊണ്ട് മാക്സിമം ഒഴിവാക്കാൻ പറ്റുന്ന മധുരം എല്ലാം ഒഴിവാക്കുകയാണ്. ഞാനും ഷുഗർ കുറച്ചേക്കണത് മനഃപൂർവ്വമാണ്. കാരണം വേറെ പല ഐറ്റമൊക്കെ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ മധുരമുള്ളത് കഴിക്കും. അപ്പം പിന്നെ എല്ലാത്തിലും കൂടെ മധുരം ഓവറായി കഴിഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ടാണ്
അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ പറയുന്ന കസ്റ്റേർഡിന് മധുരം ഇല്ലേന്ന്. ഇതിന് മധുരം ഇല്ല. അതാണ് സത്യം. മധുരം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊടിക്ക് പ്ലെയിൻ ടേസ്റ്റ് ഒഴിവാക്കാനുള്ള മധുരം മാത്രമേ ഇതിനകത്ത് ഇട്ടിട്ടുള്ളൂ. ഇത് സാധാരണ കഴിക്കുന്നവരെ സംബന്ധിച്ച് ഇതിൽ മധുരം ഇല്ല കേട്ടോ. ശരിക്കും വിത്തൗട്ട് പോലെ തന്നെയാണ്. പക്ഷെ ആ ഒരു വിത്തൗട്ട് ആകുമ്പോൾ നമുക്ക് തീരെ ഒരു ടേസ്റ്റ് തോന്നില്ലല്ലോ. അത് ഒഴിവാക്കാനുള്ള ഒരു പൊടി മധുരം മാത്രമേ ഇതിനകത്തുള്ളൂ. നല്ല രുചിയാ. എനിക്ക് കസ്റ്റാർഡ് ഭയങ്കര ഇഷ്ടമാണ്. മാംഗോ ഫ്ലേവേർഡ് കസ്റ്റാർഡില്ലേ നല്ല ടേസ്റ്റ് ആട്ടോ. അതാ ഇന്നാള് ഇത് വാനില. ഇന്നാള് ബട്ടർ സ്കോച്ച് ഞാൻ മേടിച്ചു നോക്കി. പക്ഷെ ബട്ടർ സ്കോച്ച് പോരാ. കസ്റ്റേർഡിന്റെ ഫ്ലേവർ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഐസ്ക്രീമിൽ നല്ലതാ, കേക്കിലും നല്ലതാ ബട്ടർ സ്കോച്ച്. പക്ഷെ ഐസ്ക്രീം അല്ല, ഈ കസ്റ്റാർഡ് ഫ്ലേവറിൽ എനിക്ക് ബട്ടർ സ്കോച്ച് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. മാംഗോ സൂപ്പർ ആയിരുന്നു. ഞാൻ മേടിച്ച വിക് ഫീൽഡിന്റെ ആട്ടോ. മാംഗോ സൂപ്പർ ഫ്ലേവർ ആയിരുന്നു. അതുകൊണ്ട് വീണ്ടും വീണ്ടും കഴിക്കാൻ ഭയങ്കര ടെംപ്റ്റേഷൻ ആയിരുന്നു അത്. വാനില കോമൺ ഫ്ലേവറാ, പണ്ട് തൊട്ടേ ഉള്ളതാ. സമ്മർ ശരിക്കും ഇപ്പൊ വരണേ ഉള്ളൂ. സമ്മർ ശരിക്കും കാലാവസ്ഥ ആയിട്ടില്ല. പക്ഷെ എങ്കിലും നല്ല ചൂട് വന്നു തുടങ്ങി. ചൂടുള്ളപ്പോൾ ഇത്രയും തണുത്തതൊന്നും ശരിക്കും കഴിക്കരുതെന്നാ പറയുക. പക്ഷെ എന്ത് ചെയ്യാനാ, പുറത്തുനിന്ന് വരുമ്പോഴേക്കും തണുത്തത് കഴിക്കാനാണ് കൂടുതൽ ടെംപ്റ്റേഷൻ വരുന്നത്. അതുകൊണ്ട് കഴിക്കണതാ കേട്ടോ. അല്ലാതെ ഭയങ്കര ക്ഷീണം ഫീൽ ചെയ്യുന്നു, അതുകൊണ്ട് കഴിക്കണതാ. അപ്പം ശരിക്കും അധികം തണുത്തത് കഴിക്കരുതെന്നാണ് പറയുന്നത്. കഴിക്കട്ടെ. നിങ്ങൾ എന്തൊക്കെയാണ് സമ്മർ പ്രമാണിച്ച എന്തൊക്കെ ഒരുക്കങ്ങളാണ് നടത്തിയെന്ന് പറയാം കേട്ടോ. പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ഒരുക്കങ്ങളുണ്ടോ സമ്മറൊക്കെ പ്രമാണിച്ച്? അമ്മ കാപ്പി എടുത്തോ? ഇന്നൊക്കെ ഞാൻ കാപ്പി എടുത്തില്ല. ഇത് കഴിക്കണോണ്ട് എടുക്കാൻ ഞാൻ വേണമെങ്കിൽ പറഞ്ഞാൽ വേണ്ട. ഒരു ശരിക്കും ഗ്രേപ്സ് ഒക്കെ ഇട്ടാ നല്ലതാ. ഓർത്തില്ല. കിസ്മിസ് ഉണ്ടോ? ഉണ്ട്. കിസ്മിസ് ചെയ്താ ഞാൻ പെട്ടെന്ന് ഉച്ചയ്ക്ക് ഓർപ്പായിട്ട് ശരിയാക്കി. ഏത്തപ്പഴം നല്ല നല്ല പൊട്ടാസ്യവും അതുപോലെയുള്ള ന്യൂട്രിയൻസ് ഒക്കെ ഉള്ള ഒരു ഫ്രൂട്ടാണ് ഏത്തപ്പഴം. കിസ്മിസ് ഇട്ടതിൽ അപ്പം നല്ല അതേ ഇടണ്ട, അതേ ഇട്ടാൽ മധുരാവും. അതൊക്കെയാണ് സംഭവം. സമ്മറായി തുടങ്ങിയപ്പോഴേക്കുള്ള നമ്മുടെ ഈവനിങ് ടീയിൽ വരുന്ന ആ ചേഞ്ചസ് കണ്ടോ. കോഫി നിർത്തിയിട്ടില്ല. ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കുടിക്കുമായിരിക്കും കേട്ടോ. പക്ഷെ ആദ്യം തന്നെ അതേ തണുത്ത സാധനം കുടിച്ചോണ്ടിരിക്കണേ. എനിക്ക് എന്തായാലും തണുത്തത് കഴിക്കുമ്പോൾ ഭയങ്കര എനർജി കിട്ടുന്നതായിട്ട് തോന്നുക, പ്രത്യേകിച്ച് സമ്മറിൽ. അമ്മയ്ക്കോ സമ്മറിലെ എനർജി കിട്ടാൻ അമ്മ എന്താ സ്പെഷ്യലായിട്ട് കഴിക്കാറ്? ഞാൻ കുടിക്കുന്നത് ബ്രൂ കോഫി. സമ്മറിലും അത് തന്നെയാണോ എനർജി? തണുപ്പധികം കുടിച്ചു കഴിഞ്ഞാൽ ത്രോട്ട് ചിലപ്പോൾ വിഷയം ഉണ്ടാക്കും, പനി തരും. അത് കാരണം തണുത്ത വെള്ളം കുടിക്കാറുണ്ട്. അപ്പയ്ക്കോ സമ്മറിൽ എന്ത് കഴിച്ചാലാണ് എനർജി കിട്ടുന്നതായിട്ട് ഫീൽ ചെയ്തേക്കണേ? എനർജി പോകാറില്ല, അതുകൊണ്ട് പിന്നെ എനർജി കൂട്ടേണ്ട കാര്യമില്ല. അത് കലക്കി. എനിക്കും പോവും വേഗം. എന്റെ മട്ടായിരിക്കും. അപ്പയ്ക്ക് തണുത്തത് അധികം കഴിക്കാറില്ലാന്ന് തോന്നുന്നു. പക്ഷെ തണുപ്പതിനോട് വലിയ താല്പര്യമില്ല. കപ്പയും ചമ്മന്തിയാണ് കാരണം നോയമ്പ. 1 വീക്ക് ആയോളൂ. അതെ. ഒരാഴ്ചത്തെ നോയമ്പ് അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്? എങ്ങനെ പോകുന്നു ദിവസങ്ങളൊക്കെ? ഒരു കുഴപ്പമില്ല. കുഴപ്പമൊന്നുമില്ല. ഉച്ചക്ക് പടവലങ്ങാത്തോരൻ പണ്ടത്തെ പോലെ ഉഷാറാണോ ഇപ്പോഴും? അതാ മോരുകറി ചമ്മന്തി. വൈകിട്ട് ചെറുപയറ് തോരൻ, മോരുകറി, ചമ്മന്തി. പോഷക സമൃദ്ധാണ്. പോഷക സമൃദ്ധ. വൻപയറും ചെറുപയറും ഒക്കെ അതുകൊണ്ട് ഞാൻ മാർജിൻ ഫ്രീന്ന് മേടിപ്പിച്ച് സ്റ്റോക്ക് ചെയ്തു. അത് ശരി. അതൊക്കെയാണ് കാര്യങ്ങൾ.